ഹായ് ഗായ്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പച്ചമാന്തൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പച്ചമാന്തൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇവിടെ എല്ലാവർക്കും പച്ചമാന്തൾ എന്താ പറയുക, വറക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കറി വയ്ക്കുന്നതിനേക്കാളും. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമാന്തൾ വറക്കാനുള്ളത് ആദ്യം മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ തിരുമ്പി വയ്ക്കുക. ശരിക്കും പച്ചമാന്തൾ കറി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് വറക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല രസമല്ലേ, വെറുതെ കഴിക്കാനാണെങ്കിൽ അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ കറി വയ്ക്കാനുള്ളതല്ലേ നോക്കുകയാണ്. അപ്പോൾ കുടപ്പുളി 2 എണ്ണം, പിന്നെ പച്ചമുളക് നടുകീറിയിടുക, പിന്നെ ഇഞ്ചി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ മറ്റ് ചേരുവകൾ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത്, പിന്നെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് നമ്മൾ നാളികേരം ചെറുകിയതാണ്. നാളികേരം പാൽ ഞങ്ങളിവിടെ മിക്സിയിലാണ് അടിച്ചത്. ശരിക്കും അമ്മിയിലടിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നാളികേരം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നല്ലപോലെ അത് കൈവച്ച് ഇളക്കി കൊടുക്കുക. എന്നാലേ അത് ശരിക്കൊക്കെ അതിന്മേലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ അതൊന്ന് ഇളക്കിയെടുക്കുക. നമ്മളത് അടപ്പത്തേക്ക് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച മാന്തൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേപ്പിലയും ചേർത്ത് കൊടുക്കുക കുറച്ച് തിളച്ച് വരുമ്പോൾ. പിന്നെ നമ്മൾ സാധാ മീൻ കൂട്ടാൻ കാച്ചനെ പോലെ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ കറി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.